ഹായ് ഗായ്സ്, ഇന്നത് കരഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഡേ. യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. UG ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ട്, പിന്നെ സാധാരണ റിസർച്ചിൻ്റെ പോസ്റ്റൊക്കെയുണ്ട്, നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനങ്ങനെ ഒരു ആംഫി തിയേറ്ററിലിരിക്കുക, ഒരു ആംഫി തിയേറ്റർ പോലത്തെ സംഭവം. അതിൻ്റെ ഏതാണ്ട് മുകളിൽ മിഡിലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാനങ്ങനെ പോയിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു സിറിയൻ ഗേൾ ഉണ്ടായിരുന്നു, ഇപ്പുറത്തെ ഒരു ഫ്രഞ്ച് ഗേൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഡീൻ വന്നു. ഡീൻ നമുക്ക് ഇതാണ് നമ്മുടെ ഈ വർഷത്തിൻ്റെ പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, ആ ഒരു മൊമെൻറ്റ് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കുറേ കാലമായിട്ടുണ്ടല്ലോ ഞാൻ കാത്തിരുന്നൊരു ദിവസം. എനിക്ക് ഭയങ്കര സന്തോഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇടറിപ്പോവും, കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരും. എനിക്ക് ഇന്നലെ അങ്ങനത്തെ ഒരു മൊമെൻ്റ് ആയിരുന്നു. ശരി, എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. സന്തോഷ കണ്ണീര് കൊണ്ട് ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു. ഞാനതിങ്ങനെ പരമാവധി പിടിച്ചു നിൽക്കാൻ നോക്കി. കാരണം പക്ഷെ എന്നാലും ഞാൻ 2-3 പ്രാവശ്യം കണ്ണൊക്കെ നിറഞ്ഞു. അപ്പോൾ എൻ്റെ ബാക്കിലിരുന്നായിരുന്ന ഒരു ചെക്കൻ ഇത് കണ്ടിട്ട് അവൻ പറഞ്ഞു, ഓക്കെ ആണോ, അതിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പറയാൻ പറ്റുമോ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇതൊന്ന് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട്. ഞാൻ എൻ്റെ കുഞ്ഞു മോനും മടിയിൽ വെച്ചിട്ടാണ് ഇത് പരീക്ഷകളൊക്കെ പഠിച്ച് എല്ലാം ക്രാക്ക് ചെയ്തത്. അതൊരു പ്രോസസ്സാണ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും വിഷമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ മോനില്ലാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്നലത്തോടെ എനിക്ക് തോന്നി അവന് ഭയങ്കര പ്രൗഡായിരിക്കും ഈ ഒരു ഇതിൽ. അവർ മാത്രമല്ല, എനിക്ക് തോന്നി ഇത് നിങ്ങളുടെ അടുത്തൊക്കെ പറയാൻ തോന്നിയത്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു നോക്കി, ഇനി നമുക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ഇന്നലെ നമുക്കൊരു ആപ്പിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു നമ്മൾ എവിടുന്ന് ഏത് കൺട്രിയിൽ നിന്നാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞ എല്ലാവരുടെ അടുത്തും. അപ്പോൾ എല്ലാവരും മാർക്ക് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും സർപ്രൈസ്ഡ് ആയിട്ട് മൊത്തം ബിഹേവിയറൽ സയൻസിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരേ ഒരു ഇന്ത്യൻ. അപ്പം ഞാൻ ദൈവത്തിനോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഇങ്ങനൊരു ചാൻസ് തന്നതിലും. ഓക്കെ, പിന്നെ ഇന്നലത്തെ ദിവസം അടിപൊളിയായിരുന്നു. ആളുകൾ, എനിക്ക് കുറേ ഭയങ്ങളുണ്ടായിരുന്നു. എൻ്റെ കുറേ ഭയങ്ങളെയൊക്കെ പൊട്ടിച്ച ദിവസമായിരുന്നു. എൻ്റെ മക്കളെ, ഇതൊരു ദിവസമായിരുന്നു കേട്ടോ.